അവിടെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാലം അത്രയും അവിടെ തബ്ലീഗ് ജമാഅത്തിന് മുന്നേറ്റമുണ്ട്. എന്തുകൊണ്ട് തബ്ലീഗിനെ വല്ലാതെ അവിടെ എതിർക്കപ്പെട്ടിട്ടില്ല? എന്തുകൊണ്ട് മലബാർ മേഖലയിൽ തബ്ലീഗിന് മുന്നേറ്റമുണ്ടായില്ല? തബ്ലീഗ് ജമാഅത്ത് പള്ളികളിൽ കയറിയിട്ട് ആളുകളെ കൂട്ടിയിട്ട് വല്ലാത്ത കുറുക്കക്കഷായം നടത്തുമ്പോ ഷംസുൽ ഉലമ എന്ന ആദർശത്തിന്റെ പടനായകൻ നെഞ്ചു നിവർത്ത് നിന്നുകൊണ്ട് പറഞ്ഞു തബ്ലീഗ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പുറത്താണെന്ന്. പറയാതിരുന്നുവെങ്കിൽ, മിണ്ടാതിരുന്നുവെങ്കിൽ, നമ്മളൊന്നും മിണ്ടാതെ ഇതുപോലെ ആളുകളെ കൂട്ടിയിട്ട് നമ്മളൊന്നും പറയാൻ നിന്നില്ലായിരുന്നുവെങ്കിൽ, നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. ഇവിടെ പുത്തനാശയ പ്രസ്ഥാനക്കാർ ഇന്ന് ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ തറവാട് മുറ്റത്ത് വന്നു നിന്നുകൊണ്ട് അയൽക്കൂട്ടങ്ങൾ ചേർത്തുവെച്ച് നല്ല 1-ാം നമ്പർ മലയാളത്തിൽ വൃത്തിയായി അവർ അവരുടെ ആശയം പ്രചരിപ്പിക്കുമ്പോ നമ്മൾ മിണ്ടാതിരിക്കുന്നാൽ, നമ്മളൊന്നും മിണ്ടാതിരുന്നാൽ, അല്ലെങ്കിൽ ആരെയെങ്കിലും ഭയപ്പെട്ട് നമ്മൾ മാറി നിൽക്കാൻ തീരുമാനിച്ചാൽ, ആലോചിച്ചു നോക്ക്. നമ്മൾ ഈ ഇന്നലകളിൽ ഉണ്ടാക്കിയെടുത്ത നല്ല അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയത്തിന്റെ വലിയ കൊട്ടാരം നമ്മളിലൂടെ തകർന്നു പോകും. അനുവദിക്കരുത്. ഒരാളെയും ഭയപ്പെടാതെ, ഒരാളുടെ മുമ്പിലും നട്ടെല്ലു നിവർത്ത് നിൽക്കാൻ കെൽപ്പില്ലാതെ നമ്മൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആളാണെന്ന് പറഞ്ഞ് അങ്ങനെ പറയരുത്. നമ്മൾ സമസ്തയുടെ ആളാണ്, നമ്മൾ എല്ലാത്തിനും ഉണ്ട്. പക്ഷെ ഇവിടെ എല്ലാവരും വേണ്ടേ? ഒരു സംവിധാനമാകുമ്പോ എല്ലാരെയും കൂടെ കൂട്ടണ്ടേ? അങ്ങനെയില്ല. എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് സുന്നത്ത് ജമാഅത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ മൗലൂദ് കഴിക്കുന്നവർ, ഇവിടെ സുന്നത്ത് ജമാഅത്തിനെ മുറുകെ പിടിക്കുന്നവർ, ഹദ്ദാദിനെ ഉൾക്കൊള്ളുന്നവർ, ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ മുറുകെ പിടിക്കുന്നവർ, അവർക്ക് സുന്നി എന്ന് പേര് പറയും. ആ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കാൻ കെൽപ്പുള്ളവർക്ക് ഇതിന്റെ കൂടെ കൂടാം. അല്ലാത്തവരെയെല്ലാം നമ്മൾ ബൗണ്ടറിക്ക് പുറത്തു നിർത്തും. അങ്ങനെ ഇന്നലകളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൂ. എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് ഒരു കുറുക്കക്കഷായത്തിന് SKSS ഇല്ല, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഇരിക്കൂർ മേഖലയിൽ ഇവിടെയുള്ള ആബാലവൃദ്ധം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ ഇതുപോലൊരു വേദി കൂട്ടിയിട്ട് നമ്മളിങ്ങനെ വിളിച്ചു കൂട്ടി പറയുന്നത്. അല്ലാതെ മറ്റൊന്നും ഇതിന്റെ പിന്നിൽ അജണ്ടയില്ല. ഇത് ഔദ്യോഗികമായ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുകയാണ്. അതുകൊണ്ട് ഉള്ളിൽ നിന്ന് ഇതിനെ തകർക്കാൻ ശ്രമിക്കരുത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നിങ്ങൾ ഉള്ളിൽ നിന്ന് തകർക്കാൻ ശ്രമിക്കരുത്. കാരണം ഇത് സമസ്തയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കപ്പിത്താൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ സമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരു വലിയ സത്യമുണ്ട്. ഇത് സമസ്തയാണ്. നിങ്ങൾ ഇതിനോട് കളിക്കരുത്. നിങ്ങൾ ഇതിന്റെ ആളാണെങ്കിൽ മുഖ്ലിസായി ഇതിന്റെ പിന്നിൽ കൂടണം. അല്ലാതെ ഇതിന്റെ കൂടെ കൂടിയിട്ട് ഇതിനെ തകർക്കാൻ പരിശ്രമിക്കരുത്. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഈ കഴിഞ്ഞ 100 ആണ്ടുകാലം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പടപൊരുതിയിട്ടുണ്ട്. നമ്മുടെ നായകന്മാർ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ സയ്യിദന്മാർ ഇവിടെ നേരിട്ട എല്ലാ പ്രതിസന്ധികളും ആദർശം പറഞ്ഞതിന്റെ പേരിലാണ്. അതുകൊണ്ട് ആ ആദർശം സധൈര്യം ഈ സമൂഹത്തോട് ഇനിയും ഞങ്ങൾ വിളിച്ചു പറയും. കാരണം ഇത് പാതി വഴിയിലിട്ട് പോകാൻ ഞങ്ങൾ ഭീരുക്കളല്ല. നിങ്ങളതിന് പ്രേരിപ്പിക്കാൻ നിൽക്കരുത് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ആദർശ സമ്മേളനം ഇനിയും നമുക്ക് നന്നായി നടത്താൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഖിർ ദഅവാന അൽഹംദുലില്ലാഹ് SKSS കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.